ഒരു കമ്പനിയിലെ ഈ സെയിൽസ്മാൻമാർക്കുള്ള ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു ട്രെയിനർ നിന്ന് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 കാര്യങ്ങളാണ് അവരോട് പറഞ്ഞത്. ഞാൻ ഈ പറയുന്ന 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സിൽ നമ്പർ 1 ആകും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഓരോരുത്തരും എഴുതിക്കുകയാണ്. കുറുക്കുവഴി മാത്രം നോക്കണം. അതുപോലെ യാത്ര ചെയ്യാൻ മടിയുണ്ടാവണം. ഉപഭോക്താവിനെ കാണാൻ വെയിറ്റ് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ ഓർത്തു വയ്ക്കാൻ പാടില്ല. അഭിപ്രായങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കണം. അതുപോലെ വീട്ടുകാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. വീട്ടുകാര്യങ്ങളിൽ വിമുഖത കാണിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ 6 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ആകെ സംശയമായി, ഇതെന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിത് വിശദീകരിക്കാം, നിങ്ങൾ കേട്ടോളൂ എന്ന് പറഞ്ഞു. വിശദീകരിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞത് കുറുക്ക് വഴി മാത്രം നോക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ തന്നെത്താനെ ഒറ്റയ്ക്ക് ഒരു കാര്യവും ചിന്തിച്ചു കൂട്ടി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് മുന്നേ ഇതേ ബിസിനസ് ചെയ്ത് വിജയിച്ച ബിസിനസ്സുകാരുണ്ട്. അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കിയിട്ട് അവർ ചെയ്ത വഴികൾ നമ്മൾ കൂടി ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയ കൂടി അതിൽ മിക്സായി സ്വാഭാവികമായിട്ടും നമുക്കും ആ ബിസിനസ്സിൽ വിജയം നേടാൻ കഴിയും. അതുപോലെ രണ്ടാമത്തെ കാര്യം, യാത്ര ചെയ്യാൻ മടി എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണാനുണ്ടാവും. ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള യാത്ര മുഴുവൻ പ്ലാൻ ചെയ്യണം. ഏറ്റവും കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ, ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം നമുക്ക് കവർ ചെയ്യാൻ കഴിയണം. അതെങ്ങനെ കഴിയണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സുകൾ തീർക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ശരി. അതുകൊണ്ടാണ് യാത്ര ചെയ്യാൻ മടിയുണ്ടാവണമെന്ന് പറഞ്ഞത്. അതായത് യാത്ര ചെയ്യരുത് എന്നല്ല. അതുപോലെ മൂന്നാമത്തെ ചോദ്യം, ഉപഭോക്താവിനെ കാണാൻ വെയിറ്റ് ചെയ്യരുത് എന്നാണ് സാറ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ഉപഭോക്താവിനെ കാണാൻ പോകുമ്പോൾ അതിന് തലേ ദിവസം തന്നെ അദ്ദേഹത്തിനെ വിളിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ PA വിളിച്ച് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് എത്ര മണിക്ക് വരണം, എത്ര മിനിറ്റ് നമ്മളവിടെ ഉണ്ടാവും എന്നെല്ലാം വിശദമായി പറഞ്ഞിട്ട് വേണം ആ കൃത്യസമയത്ത് പോയി അദ്ദേഹത്തെ കണ്ട് ആ സമയത്ത് തന്നെ ഇറങ്ങി പോരുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാന്റെ ഉത്തരവാദിത്വം. അതായത് ഉപഭോക്താവിനെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. അതുപോലെ ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ ഓർത്തു വെക്കരുത് എന്ന് പറഞ്ഞു. ഓർത്തു വെക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ അവരുടെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയും? അവർക്ക് വേണ്ട സേവനം നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? അതൊന്ന് ഓർത്തു നോക്കിയേ. ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ, നമുക്ക് ആയിരക്കണക്കിന് ഉപഭോക്താക്കളുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങൾ നമ്മുടെ ഈ തലച്ചോറിൽ സേവ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അതിന് പെൻഡ്രൈവും ഡയറികളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു കസ്റ്റമറെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ, അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അത് കുറിച്ച് വെക്കാൻ റെഡിയാവണം ഡയറിയിൽ. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തെ വിസിറ്റിന് പോകുമ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രിപ്പയർ ചെയ്ത് അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് തേടിയിട്ട് വേണം പോകാൻ. അല്ലാതെ അതൊന്നും മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് തലച്ചോറിൽ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ അഭിപ്രായങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഈ അഭിപ്രായങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ സേവനത്തിൽ സംതൃപ്തരായ ഉപഭോക്താക്കൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. അസംതൃപ്തരായവരുടെ ഉപദേശമോ അഭിപ്രായമൊന്നും നമ്മൾ കേൾക്കേണ്ടതില്ല. എന്നിരുന്നാലും അതും കൂടി കേട്ടേ പറ്റൂ. എന്തുകൊണ്ട് അവര് അസംതൃപ്തരായി എന്ന്. അതുകൊണ്ട് പറയുന്നത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ കസ്റ്റമേഴ്സ് ആരെങ്കിലുമൊക്കെ അല്ല. അതുപോലെ വീട്ടുകാര്യങ്ങളിൽ വിമുഖത കാട്ടണമെന്ന് പറഞ്ഞില്ലേ? അതെ, പണി ചെയ്യുമ്പോൾ പണി, കമ്പനിക്കാര്യം, ഓഫീസ് കാര്യം. ആ സമയത്ത് വീട്ടുകാര്യം നോക്കാൻ പോകരുത്. കാര്യം നമ്മൾ സെയിൽസിലാണ്, റൂട്ടിലാണ് എന്ന് കരുതി വീട്ടുകാര്യങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും തീർക്കലല്ല ആ സമയത്തെ പണി. എത്രയോ പേരങ്ങനെ ചെയ്യുന്നു. ഇതൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആ കമ്പനിയിൽ കൃത്യവിലോപം കാണിച്ച ഒരാളെ പിരിച്ചുവിടാൻ കമ്പനി തീരുമാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശമ്പളം കൂടുതൽ കൊടുത്തു ആ മാസം. അപ്പോൾ ഇദ്ദേഹത്തിന് സംശയം, എന്താണ് വേറെ ആർക്കും ശമ്പളം കൂട്ടില്ല, തനിക്ക് മാത്രം ശമ്പളം കൂട്ടി എന്താണ് എന്നൊരു സംശയം തോന്നിയപ്പോൾ അദ്ദേഹം ചെന്ന് ചോദിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു, താങ്കളുടെ അവസാന മാസത്തെ ശമ്പളം കൂട്ടിയതിൻ്റെ കാരണം താങ്കൾ അവസാന മാസമെങ്കിലും സന്തോഷമായിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് എന്ന്. വ്യത്യസ്തമായ വഴികളിലൂടെ പോകുന്നവരാണ് വിജയിക്കുന്നത്.